ഹലോ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡിലെയ്ഡ് നഗരത്തിൻ്റെ സുപ്രധാന പാതയുടെ ഓരത്താണ്. ഇവിടെ പ്രവർത്തിക്കുന്ന വിശ്വപ്രസിദ്ധമായ വിദ്യാഭ്യാസ സ്ഥാപനമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിലാണ് നിൽക്കുന്നത്. ഇത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡിലെയ്ഡ് നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉന്നത വിദേശ വിദ്യാഭ്യാസത്തിന് പുകൾപെറ്റ ഓസ്ട്രേലിയയിലെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് അറിയാം. വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണമെങ്കിലും നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ആ അന്വേഷണത്തൊടുവിൽ എത്തിച്ചേരുന്ന പ്രഥമ ഗണനീയമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് അഡിലെയ്ഡ് എന്ന സ്ഥലം. അതിൽ തന്നെ ഏറ്റവും മികവ് പുലർത്തുന്ന ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന മിടുക്കരായ വിദ്യാർത്ഥികളുടെ ശ്രദ്ധാകേന്ദ്രവും പ്രഥമഗണനീയമായ വിദ്യാഭ്യാസ കേന്ദ്രവുമാണ് അഡിലെയ്ഡ്. അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഫ്ലിൻഡേഴ്സ്. ഇവിടെ ഇതുകൂടാതെ മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്കിലും ഫ്ലിൻഡേഴ്സിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കാമ്പസും പ്രധാന പ്രവേശന കവാടവുമാണ് ഇത്. നിരവധി വിദേശ വിദ്യാർത്ഥികളടക്കം വന്ന് വിദ്യാഭ്യാസം നേടി, ഉന്നത വിദ്യാഭ്യാസം നേടി കടന്നുപോയിട്ടുള്ള മികച്ച ഒരു സ്ഥാപനമാണ് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. അതിവിപുലവും വിശാലവുമായ കെട്ടിട സജ്ജീകരണങ്ങൾക്കും സൗകര്യങ്ങൾക്കും പുറമെ അതുകൂടാതെ അതിവിശാലമായ ക്യാമ്പസും അതിസുന്ദരവും വിശിഷ്ടവും മികച്ചതുമായ പ്ലേ ഗ്രൗണ്ട് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഉൾപ്പെടെ വളരെ പ്രശസ്തവും ശ്രേഷ്ഠവുമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് ഈ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. ഉന്നത വിദ്യാഭ്യാസം കൊതിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് വിദേശ വിദ്യാർത്ഥികൾക്ക് വളരെ ഉന്നതമായ മെച്ചമായ മികച്ച വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ഒരു സ്ഥാപനം എന്ന ഖ്യാതി ഇതിനോടകം ഈ യൂണിവേഴ്സിറ്റി നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് മലയാളി വിദ്യാർത്ഥികൾ, ധാരാളം മലയാളി വിദ്യാർത്ഥികൾ വന്ന് വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. പ്രധാനമായും മലയാളി കുട്ടികൾ ഇവിടെ വരുന്നത് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അഡിലെയ്ഡിൽ ഒരുപക്ഷെ ഏറ്റവും അധികം നഴ്സിംഗ് വിദ്യാർത്ഥികൾ, മലയാളി കുട്ടികൾ പഠിക്കുന്നത് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പോലും നേരിട്ടറിയാവുന്ന പല കുട്ടികളും ഇവിടെ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്, ഇവിടെ ഇതിന് ചേർന്ന് തന്നെ ഫ്ലിൻഡേഴ്സിൻ്റെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും അടുത്തായിട്ട് കാണുന്നത് ഫ്ലിൻഡേഴ്സിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. സമീപത്തായിട്ട് ഇതിൻ്റെ പബ്ലിക് ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. അത് നഴ്സിംഗ് അടക്കം, നഴ്സിങ്ങിന് പുറമേ പാരാമെഡിക്കൽ കോഴ്സുകളുമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലിൻഡേഴ്സിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് തന്നെയാണ് ഫ്ലിൻഡേഴ്സിൻ്റെ പബ്ലിക് ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ പരിശീലനം കൊടുക്കുന്ന സ്ഥലവും കൂടിയാണ്. അതുകൂടാതെ അതിവിശാലമായ പാർക്കിംഗ് സംവിധാനവും ഇത്രയധികം വാഹനങ്ങൾ കയറ്റി നിർത്തിയിടുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉതകുന്ന വിധത്തിലുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് 4 നിലകളിലായിട്ടാണ്, 4 നിലകളിലായി അതിവിപുലമായ പാർക്കിംഗ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്, ഞാൻ ഈ ഓപ്പൺ പാർക്കിംഗ് ഏരിയയിലും അതിവിപുലമായ പാർക്കിംഗ് സംവിധാനമാണ്, അതിനുള്ള സ്ഥല സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ അതിവിശാലമായ ഒരു, ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ കുന്നിൻ മുകൾ അപ്പാടെ ഒരു ക്യാമ്പസായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി. ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ ഫ്ലിൻഡേഴ്സ് എന്നാണ്. ഫ്ലിൻഡേഴ്സിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയും ഫ്ലിൻഡേഴ്സ് ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഫ്ലിൻഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഫ്ലിൻഡേഴ്സിൻ്റെ പടിവാതിൽക്കൽ അവസാനിക്കുന്ന മെട്രോ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയുണ്ട്. ഇത് ഫ്ലിൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷനാണ്. ഫ്ലിൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വരെയാണ് ഈ സർവീസുള്ളൂ, ഇവിടെ വരെ സർവീസുള്ളൂ. അപ്പോൾ അഡിലെയ്ഡ് സെൻട്രലിൽ നിന്നും, നഗരഹൃദയത്തിൽ നിന്നും ഈ യൂണിവേഴ്സിറ്റി ആശുപത്രി സമുച്ചയങ്ങളിലേക്ക് മാത്രമായി
വരുന്നതിനുള്ള ഒരു റെയിൽവേ ലൈനും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായ ഏറ്റവും അധികം വിദേശ വിദ്യാഭ്യാസം നേടുന്നതിന് വിദ്യാർത്ഥികൾ അന്യ രാജ്യത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കടന്നു വരുന്ന, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നഴ്സിംഗ് അടക്കമുള്ള വിദ്യാഭ്യാസം നേടിത്തരുന്നതിന് സജ്ജമായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും അടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഗതാഗത സൗകര്യം, പാർക്കിംഗ് സൗകര്യം അടക്കം, അതുപോലെ നഴ്സിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ അവയുടെ തുടർ പരിശീലനങ്ങൾക്കും അതിനുശേഷം തുടർ ജോലികൾക്കുമൊക്കെ ആയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളോട് ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, സൗത്ത് ഓസ്ട്രേലിയയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ അതിവിപുലമായ ക്യാമ്പസും സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ മറ്റൊരു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.